ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിൽ 3 മാർക്സിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചൊരു കാര്യം എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് പണം ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സോഴ്സുകൾ ലഭ്യമാണ്. പക്ഷേ ഏത് സോഴ്സാണോ അവർ സെലക്ട് ചെയ്യുന്നത് ആ സോഴ്സിന് അതിൻ്റേതായ ചില ചെലവുകളും ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രധാനമായിട്ട് ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൽ. അതിലാദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. അതിൽ റെഡീമബിളും ഇറെഡീമബിളും നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സോഴ്സ് ആയിരുന്നു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. അതുവഴി അവർക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇക്വേഷനിൽ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ സോഴ്സ് ആയിരുന്നു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എങ്ങനെ ഇഷ്യൂ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, അതും അതിൻ്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചതായിരുന്നു കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്നുള്ളതും അതിനുള്ള കോസ്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 4 പ്രധാന മാർഗ്ഗങ്ങളിലൂടെയാണ് ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 മാർഗ്ഗങ്ങളും ചിലപ്പോൾ കമ്പനിയിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2ഓ 3ഓ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഓരോ സോഴ്സും ചിലത് കോസ്റ്റ്ലിയർ ആയിരിക്കാം, ചിലത് ചീപ്പർ ആയിരിക്കാം. അതിനെല്ലാം നമ്മളൊരു വെയിറ്റേജ് കൊടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, WCC സമറൈസസ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ ക്യാപിറ്റൽ സ്ട്രക്ചർ. മൊത്തത്തിൽ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതും എങ്ങനെയാണ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? WCC എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദ ആവറേജ് കോസ്റ്റ് ഓഫ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ വേരിയസ് സോഴ്സസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഇക്വിറ്റി, പ്രിഫറൻസ്, റിട്ടേൺ ഏർണിങ്സ്, ഇതെല്ലാം പല സോഴ്സുകളാണ്. അപ്പോൾ ആ സോഴ്സുകളുടെ എല്ലാം ഒരു ആവറേജ് കോസ്റ്റ് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളുടെ സോഴ്സ് ഉണ്ടോ അതിലെല്ലാം വരുന്ന കോസ്റ്റിൻ്റെ ഒരു ആവറേജ് കാണുക എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് അതിനെ വെയ്റ്റഡ് ആയിട്ട് കൊടുക്കുക. ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സ് ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണോ ആ ടോട്ടലിലേക്ക് ഓരോ സോഴ്സിൽ നിന്നും എത്രത്തോളം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000 രൂപയാണ് നമുക്ക് ക്യാപിറ്റൽ വേണ്ടെങ്കിൽ 10,000 നമ്മൾ ചിലപ്പോൾ ഡെറ്റ് എന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക, 10,000 നമ്മൾ ഇക്വിറ്റി എന്നായിരിക്കും, 20,000 പ്രിഫറൻസ് എന്നായിരിക്കും, ബാക്കി 10,000 റീറ്റെയിൻഡ് ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോഴാണ് എന്തായത് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആവുന്നത്. ഓരോ സ്ട്രക്ചറിലേക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷനെ ആണ് നമ്മളിവിടെ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മിക്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നും പറയാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോന്നിനും നമ്മൾ വെയ്റ്റുകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് വെയ്റ്റ് ഹാവ് ടു ബി അസൈൻ ടു ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ആ വെയ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ബുക്ക് വാല്യൂ വെയ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ബുക്ക് വാല്യൂ വെയ്റ്റ് എന്ന് പറയുന്നത്? അതായത് അക്കൗണ്ടിങ് വാല്യൂസ് ദാറ്റ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ആർ കോൾഡ് ദ ബുക്ക് വാല്യൂ. ബാലൻസ് ഷീറ്റിൽ ഒരു വാല്യൂ, അതായത് ഓരോ ഐറ്റത്തിനും നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ബുക്ക് ഓഫ് എൻട്രി അല്ലേ, നമ്മൾ എൻട്രി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും എൻട്രി ചെയ്യുന്ന ബുക്കിലുള്ള വാല്യൂ എന്താണോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000, ഗുഡ് വില്ല് 1 lakh, അതേപോലെ ഡെപ്റ്റേഴ്സ് 2 lakh, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതെല്ലാം നമ്മുടെ
സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ബുക്കിലുള്ള വാല്യൂ ആണ്. ആ ബുക്കിലുള്ള വാല്യൂ എന്താണോ അതിനെ തന്നെയാണ് ബുക്ക് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ദ മെത്തേഡ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോഴ്സ് ഇൻ ദ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ബുക്ക് വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ടോട്ടൽ ക്യാപിറ്റലിൽ ഓരോ കോൺട്രിബ്യൂഷനും എത്രയെന്ന് ഡിറ്റർമിൻ ചെയ്യാം. അതെല്ലാം ഏതിൻ്റെ ബേസിലായിരിക്കും? അതിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ബുക്ക് വാല്യൂവിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള മെറിറ്റും ഡിമെറിറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബുക്ക് വാല്യൂ വെയിറ്റിൽ നമുക്ക് നോക്കുമ്പോൾ മെറിറ്റ് പറഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെർഫോമൻസ് ഓഫ് ദേ ക്യാൻ ഈസിലി ഒബ്റ്റൈൻഡ് ഫ്രം പബ്ലിഷ്ഡ് റെക്കോർഡ്. ഇനി ഈ ഒരു വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റെക്കോർഡുകൾ നോക്കിയാൽ മതിയാവും. ആൻഡ് വളരെ ഈസി ആയിട്ട് തന്നെ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ബുക്ക് വാല്യൂസിൻ്റെ ബേസിൽ എങ്ങനെ ഫണ്ട് പ്രൊക്യൂർ ചെയ്തു എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇതിൽ ബുക്ക് വാല്യൂ വെയിറ്റ്സ് എല്ലാം ഒരിക്കലും WACC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് വാല്യൂ വെയിറ്റ് അല്ല. കാരണം ഹൗവർ വെൻ ദ മാർക്കറ്റ് വാല്യൂസ് ആർ നോട്ട് അവൈലബിൾ വി ഹാവ് ടേക്ക് ബുക്ക് വാല്യൂ ഓഫ് ദ കാൽക്കുലേഷൻ ഓഫ് WACC. സാധാരണയായിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർക്കറ്റ് വാല്യൂസ് ആണ്. മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ബുക്ക് വാല്യൂ വെയിറ്റ് എടുക്കുന്നുള്ളൂ. സോ വെൻ സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ് or not actively traded on stock exchanges, market value of securities would not be available. Then we resort to book value weight. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും WACC കണക്കാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. പക്ഷേ ഈ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാത്തതോ ട്രേഡ് ചെയ്യാത്തതോ ലിസ്റ്റ് ചെയ്യപ്പെടാത്തതോ ആണെങ്കിൽ നമുക്ക് എന്ത് അവൈലബിൾ ആയിരിക്കില്ല? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആയിരിക്കില്ല. അന്നേരം മാത്രമാണ് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ബുക്ക് വാല്യൂ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ആ ഒരു വെയിറ്റ് കൊടുക്കുമ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള വെയിറ്റേജ് ഉള്ളത്, ബുക്ക് വാല്യൂ വെയിറ്റും മാർക്കറ്റ് വാല്യൂ വെയിറ്റും. ബുക്ക് വാല്യൂ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ക്യാപിറ്റലിൽ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ എന്ത് വിലയാണ് അവയ്ക്കൊക്കെ ഉള്ളത്, അതിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ പ്രൊപ്പോർഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഇൻ ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂസ് ഓഫ് ഓൾ സെക്യൂരിറ്റീസ് ഈസ് യൂസ്ഡ് ആസ് വെയ്റ്റ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം സെക്യൂരിറ്റീസ് ഉണ്ടോ ആ സെക്യൂരിറ്റീസിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്താ നോക്കുക. ആ ടോട്ടൽ വെയിറ്റിൽ ഓരോ സെക്യൂരിറ്റിക്കുമുള്ള മാർക്കറ്റ് വാല്യൂ അസൈൻ ചെയ്തെടുക്കുമ്പോഴാണ് അത് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാണുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമുക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ 80 രൂപ വിലയുള്ള ഒരു ഷെയർ ആയിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ ഷെയറിന് 1000 രൂപ വില ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കറൻ്റ്ലി അത് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡിനെയാണ് കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രൈസിനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതിനുള്ള മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രൂ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് എന്താണോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും മാർക്കറ്റ് വാല്യൂലാണ്. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ നമുക്ക് എന്താണോ മാർക്കറ്റ് പ്രൈസ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് വാല്യൂ വെയിറ്റ്സ് സഫർ ഫ്രം ഫോളോയിങ് ദ ലിമിറ്റേഷൻസ്. കുറച്ച് പോരായ്മകൾ അതിനുണ്ട്. ദേ അണ്ടർഗോ ഫ്രീക്വൻറ്റ് ചേഞ്ചസ്. മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിരിക്കുമ്പം അതിൻ്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എപ്പോഴും നമുക്കത് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. പിന്നെ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇതിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടേ ഉള്ളൂ. ഈ WACC കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത് എന്താ? വെയിറ്റ് അസൈൻ ചെയ്യണം എന്നുള്ളത്. ആ വെയിറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ട് വെയിറ്റുകളെ കുറിച്ച് പഠിച്ചത്. ഒന്ന് ബുക്ക് വാല്യൂ വെയിറ്റും രണ്ട് മാർക്കറ്റ് വാല്യൂ വെയിറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെയിൻ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആദ്യം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തുകൊണ്ട് നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് കോമ്പോണൻറ്റ്. ഓരോ സോഴ്സിനും എത്രയാണ് അതിൻ്റെ വെയിറ്റേജ് എന്നുള്ളത് അല്ലെങ്കിൽ സ്പെസിഫിക് കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക. ആഫ്റ്റർ അസൈനിങ് ദ വെയിറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ്. ഓരോ സോഴ്സിൻ്റെയും അതിൻ്റേത് മാത്രമായിട്ടുള്ള കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. മൂന്നാമത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് WACC. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വൽ ഫണ്ട്സും അവയുടെ വെയിറ്റിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ വി ഗെറ്റ് വെയ്റ്റഡ് കോസ്റ്റ് ഓഫ്
സോഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വെയ്റ്റഡ് കോസ്റ്റ് അവിടെ കിട്ടും. ആ വെയ്റ്റഡ് കോസ്റ്റ് എല്ലാ സോഴ്സിലത്തെയും ആഡ് ചെയ്യുക. ലാസ്റ്റ് കിട്ടുന്നതാണ് WACC എന്ന് പറയുന്നത്. അതിൻ്റെ തിയറി ആകെ ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയി കൂടിയാണ്, പഠിച്ചോളുക. കെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO KDWD പ്ലസ് KPWP പ്ലസ് KEWE ഡിവൈഡഡ് ബൈ WD WP WV. ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, വെയിറ്റേജ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, വെയ്റ്റഡ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, വെയ്റ്റഡ് ഇക്വിറ്റി ഡിവൈഡ് ബൈ ഇതിൻ്റെ വെയിറ്റുകൾ മാത്രം, ഡെപ്റ്റ്, പ്രിഫറൻസ്, ഇക്വിറ്റി. ഓക്കെ, ഇതിൽ റീറ്റെയിൻഡ് ഏണിങ്സ് വരുന്നില്ല. ഈ 3 സോഴ്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസിനെ അതിൻ്റെ വെയിറ്റ് കൊണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഇതെല്ലാം ഇൻഡ്യൂ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറൊക്കെ ടോട്ടൽ ചെയ്ത് അതിനുശേഷം അതിൻ്റെ വെയിറ്റേജ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എമൗണ്ടും ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. ആദ്യം കമ്പനി എടുത്ത സോഴ്സ് എന്താ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത്. 2 ലക്ഷം ഷെയർ ഉണ്ട്, ഒന്നിൻ്റെ വില 10 രൂപയാണ്. ഒന്നിൻ്റെ വില 10 രൂപയാണെങ്കിൽ 2 ലക്ഷം ഷെയറിന് മൊത്തത്തിൽ എത്ര രൂപ കിട്ടും, 20 ലക്ഷം ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 11%. അടുത്തത് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, 50,000 ഷെയർ ഉള്ളത്, ഒന്നിൻ്റെ വില 10 രൂപയാണ്. 50,000 × 10 പറയുമ്പോൾ 5 ലക്ഷം രൂപ. അതൊന്ന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം. 8% അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന റിട്ടൈൻഡ് ഏർണിങ്സ് ആണ്, 10 lakhs ഉണ്ട്, 11%. പിന്നെ 9% ഡിബെഞ്ചേഴ്സ് ഉണ്ട്, 1000 രൂപയാണ് ഒന്നിൻ്റെ വില എന്ന് പറയുന്നുണ്ട്, 15,000 ടോട്ടൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ 15 ലക്ഷം ക്യാപിറ്റൽ വരുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ വില 1000 ആണെങ്കിൽ 1500 ഡിബെഞ്ചേഴ്സ് ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കാം, ഈ 3 പൂജ്യം മാറ്റുക, 1500 × 1000 ചെയ്യുമ്പോഴാണ് 15 ലക്ഷം കിട്ടുന്നത്. അപ്പോൾ 1500 ഡിബെഞ്ചർ ആയിരിക്കും ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ കോസ്റ്റ് 4.5% ആണ് തന്നിരിക്കുന്നത്. പ്രസൻ്റ്ലി ദ ഡിബെഞ്ചേഴ്സ് ആർ ബീയിങ് ട്രേഡഡ് അറ്റ് 94%, പ്രിഫറൻസ് ഷെയർസ് അറ്റ് par ആൻഡ് ദ ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹13 per ഷെയർ. ഇക്വിറ്റി ഷെയർസ് 13 രൂപയ്ക്കും പ്രിഫറൻസ് ഷെയർസും പാർ വാല്യൂവിനാണ്. ഡിബെഞ്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത് 94%-നാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളോട് WACC ബേസ്ഡ് ഓൺ ബുക്ക് വാല്യൂ വെയ്റ്റും മാർക്കറ്റ് വാല്യൂ വെയ്റ്റിലും രണ്ടിലും ചെയ്യാൻ പറ്റുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബുക്ക് വാല്യൂ വെയ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ വെയ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന 4 സോഴ്സുകളാണ്, പ്രിഫറൻസ്, ഇക്വിറ്റി, റീറ്റൈൻഡ് ഏർണിങ്സ്, 9% ഡിബെഞ്ചേഴ്സ്. പ്രിഫറൻസ് ക്യാപിറ്റൽ നമുക്ക് ആകെ ഉള്ളത് എത്രയായിരുന്നു, 5 ലക്ഷമാണുള്ളത്. 5 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം. എങ്ങനെയാണ് ഈ 50 ലക്ഷം വന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിലെല്ലാം കൂടി ആഡ് ചെയ്യും. ഇത് 20 ലക്ഷം, 10 ലക്ഷം 30 ലക്ഷം, 10 40 ലക്ഷം, 45 ലക്ഷം, 45 5 50 ലക്ഷം. അപ്പോൾ ഈ ടോട്ടൽ എല്ലാം കൂടി 50 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ ഈ ടോട്ടൽ 50 ലക്ഷത്തിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ മാത്രം എത്ര വരുന്നുണ്ട്, ഈ 50-ൽ 5 ലക്ഷം ഏതാണ്, പ്രിഫറൻസ് ആണ്. 20 ലക്ഷം ഏതാണ്, ഇക്വിറ്റി ആണ്. 10 ലക്ഷം എന്താണ്, റിട്ടൈൻഡ് ഏർണിങ്സ് ആണ്. ഡിബെഞ്ചർ 15 ലക്ഷം. ഓക്കെ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത്. അപ്പം നമ്മളിനി ഓരോന്നിൻ്റെയും വാല്യൂ വെയ്റ്റ്, ബുക്ക് വെയ്റ്റ് നോക്കുകയാണ്. എങ്ങനെ നോക്കുക, അപ്പോൾ 5 ലക്ഷമാണ് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. ടോട്ടൽ എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത്, 50 ലക്ഷം. 5 ലക്ഷം ബൈ 50 ലക്ഷം ഇൻറ്റു 100 നമുക്ക് 10% കിട്ടി. അതാണ് അതിൻ്റെ വെയിറ്റേജ്. ഇക്വിറ്റി ഷെയർ നമുക്ക് എത്രയുള്ളത്, 20 ലക്ഷം ഉള്ളത്, ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 ചെയ്യുമ്പോൾ 40%. റീറ്റൈൻഡ് ഏർണിങ്സ് 10 ലക്ഷം ബൈ 50 ലക്ഷം ചെയ്യുമ്പോൾ 20%. 9% ഡിബെഞ്ചർ 15 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100 30%. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, പെർസെൻറ്റേജിനെ ഡെസിമലിലേക്ക് മാറ്റിയപ്പം 10% എന്ന് പറയുമ്പോൾ 0.1, 40% പറയുമ്പോൾ 0.4, 20% പറയുമ്പോൾ 0.2, 30% പറയുമ്പോൾ 0.3. അപ്പോൾ നമുക്ക് വെയിറ്റേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഓരോ സോഴ്സ് എഴുതുക, അതിൻ്റെ വാല്യൂ, ബുക്ക് വാല്യൂ എഴുതുക, പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഓരോ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുവച്ചിട്ടില്ലേ, ആ വെയിറ്റുകൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഈ വെയിറ്റും കോസ്റ്റും കൂടി ഇൻറ്റു ചെയ്യുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. പ്രിഫറൻസ് ക്യാപിറ്റലാണ് ആദ്യത്തെ എടുക്കണം. പ്രിഫറൻസ് എത്രയുള്ളത്? 5 ലക്ഷമാണ് അതിൻ്റെ വാല്യൂ, ബുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. നമ്മൾ പ്രിഫറൻസിന് കണ്ടുപിടിച്ചിരിക്കുന്നത് എത്രയായിരുന്നു? അതിൻ്റെ വെയിറ്റ് 10% ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, പ്രിഫറൻസിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 8% കോസ്റ്റ് എന്ന് പറയുന്നത് പ്രിഫറൻസിൻ്റെ. അപ്പോൾ ആ കോസ്റ്റ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 ഇൻറ്റു 10% ചെയ്യുമ്പോൾ എത്ര വന്നു? 0.80 വന്നു. അങ്ങനെ ഓരോന്നും എഴുതുക, ഓരോന്നിൻ്റെയും ബുക്ക് വാല്യൂ എഴുതുക, അവയുടെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് എഴുതുക, കോസ്റ്റിൽ തന്നിരിക്കുന്ന കോസ്റ്റ് എഴുതുക, പിന്നെ അവ തമ്മിൽ ഈ കോസ്റ്റും വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യല്ല, ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടലാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് എല്ലാം കൂടി, ഈ ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്യുക. 8.75%. ഇങ്ങനെയാണ് ബുക്ക് വാല്യൂവിൻ്റെ ബേസിൽ WACC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബുക്ക് വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യും, ഇനി മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എത്രയെന്നുള്ളത് അറിയണം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ വെയിറ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ ഏറ്റവും ലാസ്റ്റായി തന്നിട്ടുണ്ടാവും, കണ്ടോ ഇവിടെ പറഞ്ഞിട്ടില്ലേ, പ്രസൻ്റ്ലി ഡിബഞ്ചേഴ്സ് 94%, പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് തന്നെയാണ്. ഇക്വിറ്റി ഷെയർ അറ്റ് 13 എന്നാണ് പറഞ്ഞത്. ഇക്വിറ്റി ഷെയർ ഇവിടെ 10 ആണ്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് എത്രയാണ്? 13 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വാല്യൂവിനോട് കൺവേർട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 2 lakh ആണല്ലോ ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 13 ആണ്. അപ്പോൾ 2 lakh ഇൻറ്റു 13 ചെയ്യുമ്പോൾ 26 lakhൻ്റെ വാല്യൂ ഉള്ള ഇക്വിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഈ 26 lakh എന്ന് പറയുന്നത് ഇതിൽ ഏതും കൂടി മിക്സ് ആണ്. ഇക്വിറ്റി ക്യാപിറ്റലും ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സും കൂടി ഉള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ 26 lakh ഇത് രണ്ടും കൂടിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ ഓരോന്നും എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം റീറ്റെയിൻഡ് ഏർണിങ്സ് ഓൾറെഡി 10 ലക്ഷമാണ് തന്നിരിക്കുന്നത്. പക്ഷേ 10 ലക്ഷത്തിനേക്കാൾ ഇപ്പം മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അല്ലെങ്കിൽ അത് കുറവായിരിക്കും, ഏതെങ്കിലും ഒന്നാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ടോട്ടലായി കിട്ടിയിരിക്കുന്നത് 26,000. അതിൽ 1/3 ആണ് ഏത് വരുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് വരുന്നത്. അതിൽ 2/3 ആണ് ഇക്വിറ്റി ഷെയർ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 1/3യും 2/3യും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വിറ്റി ക്യാപിറ്റൽ 2 ലക്ഷം ഷെയർ ആണ് ഉള്ളത്. 10 രൂപ പ്രകാരമാണ് 20 ലക്ഷം ഉള്ളത്. റീറ്റെയിൻഡ് ഏർണിങ്സ് 10 ലക്ഷം ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാ സീറോവും കട്ട് ചെയ്ത് പോയാൽ അവിടെ എന്ത് മാത്രമാണ്? 2ഉം 1ഉം ഉള്ളത്. അതാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 2:1. 2 എന്ന് പറയുന്നത് ഇക്വിറ്റിയും 1 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സും. അപ്പോൾ 2:1 എന്ന് പറയുമ്പം നമുക്കവിടെ എന്താ ചെയ്യണത്? 1 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ. അപ്പോൾ 2:1 എന്ന് പറയുമ്പം അവിടെ എന്ത് ചെയ്യണം? 1, 2, 3. 3ൽ 1 ഭാഗം റീറ്റെയിൻഡും 3ൽ 2 ഭാഗം ഏതാണ്? ഇക്വിറ്റി ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാലോ? 26 ലക്ഷം കിട്ടിയിട്ടുണ്ട്. 26 ലക്ഷത്തിൽ 1/3 ഭാഗം മാത്രമേ ഏതുള്ളൂ? റീറ്റെയിൻഡ് ഏർണിങ്സ് ഉള്ളൂ. അത് 8,66,000. ബാലൻസ് വരുന്നത് 2/3 ആയിരിക്കും. അതായത് 1/3 ഇവിടെ പോയാൽ ബാലൻസ് 2/3 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 26 ലക്ഷത്തിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കിട്ടും, അല്ലെങ്കിൽ 26 ലക്ഷം ഇൻറ്റു 2/3 ചെയ്താലും ഇത് കിട്ടും. അങ്ങനെ 2 തരത്തിലാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇക്വിറ്റി ഷെയറിൻ്റെയും മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ് പ്രിഫറൻസ് ഷെയർസ് ക്വസ്റ്റ്യനിലുള്ളത്. ഒന്നിൻ്റെ വില 10 രൂപയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് പാർ എന്ന് പറയുന്നുണ്ട്. പാർ വാല്യൂ പറയുമ്പോൾ എന്താണോ വാല്യൂ അത് തന്നെയാണ്. അപ്പോൾ 10 രൂപയ്ക്ക് തന്നെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ 50,000 ഇൻറ്റു 10 5 ലക്ഷം തന്നെയാണ് മാർക്കറ്റ് വാല്യൂ. അടുത്തത് 9% ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ ആണ്. 15 ലക്ഷം എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 15 ലക്ഷം എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഉള്ള എമൗണ്ട് 15 ലക്ഷത്തിൽ 1000 രൂപയാണ് ഒന്നിൻ്റെ വില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒന്നിൻ്റെ വില 1000 ആണെന്ന് 1500 ഡിബഞ്ചേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 1500 ഇൻറ്റു 1000 ആണ് 15 ലക്ഷം വരുന്നത്. ഈ 15 ലക്ഷത്തിൻ്റെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, 94% ആണ് ഡിബഞ്ചർ ഇപ്പം പ്രസൻ്റ് ട്രേഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ 15 ലക്ഷത്തിൻ്റെ 94% എന്ന് പറയുമ്പോൾ എത്ര രൂപയായി, 14,10,000 ആയി. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഡിബഞ്ചറിൻ്റെ 14,10,000. ഇപ്പോൾ നമ്മൾ എല്ലാറ്റിൻ്റെയും മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അവർക്ക് എന്ത് ചെയ്യണം, വെയിറ്റേജ് കൊടുക്കണം. വെയിറ്റേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം പ്രിഫറൻസ് ക്യാപിറ്റൽ എടുത്തു. പ്രിഫറൻസ് ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു, 5 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 45,10,000. ഈ 45,10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ സോഴ്സും എഴുതുക. അതിൻ്റെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, അത് മാത്രമല്ല എഴുതുക. അത് മാത്രം എഴുതുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും, നമ്മൾ നേരത്തെ ബുക്ക് വാല്യൂ കണ്ട പോലെ തന്നെ 45,10,000 ആണ് ഇതിൻ്റെ വാല്യൂ. ഈ 45,10,000 പ്രിഫറൻസിൻ്റെ വെയിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 45,10,000 ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റേജ് കിട്ടും. ദാറ്റ് ഇസ് 11.1%. ഇനി അടുത്തത് ഇതേപോലെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വിറ്റി എത്രയുള്ളത്, 17,33,333 ഉള്ളത്. ഡിവൈഡഡ് ബൈ 45,10,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 38.4 അതിൻ്റെ വെയിറ്റ് കിട്ടി. റീറ്റൈൻഡ് ഏണിങ്സ് എടുക്കുക. റീറ്റൈൻഡ് ഏണിങ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, എത്രയാണ്, 8,66,667 ബൈ ഈ ഒരു ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ 19.2 കിട്ടി. പിന്നെ ഡിബഞ്ചർ ഉള്ളത്, ഡിബഞ്ചർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 14,10,000 ബൈ ഈ ടോട്ടൽ എഴുതുക, ഇൻറ്റു 100 31.3%. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, നമ്മൾ ഈ 4 സോഴ്സിൻ്റെയും മാർക്കറ്റ് വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു, ഒപ്പം തന്നെ അതിൻ്റെ വെയിറ്റുകളും കണ്ടുപിടിച്ചു. ഇനി ബുക്ക് വാല്യൂ ചെയ്ത പോലെ തന്നെ സോഴ്സ് എഴുതി, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എഴുതി, അതിൻ്റെയൊക്കെ വെയിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എഴുതി, പിന്നെ അതിൻ്റെ കോസ്റ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടില്ലേ, 11,811.4.5 ആ കോസ്റ്റ് അവിടെ എഴുതി. ഇനി സാധാരണ ചെയ്യണ പോലെ തന്നെ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 11.1 ഇൻറ്റു 8% ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും, ഈ വെയിറ്റേജ് എല്ലാം കിട്ടും. ഇതാണ് 8.63% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ വെയിറ്റിൽ ചെയ്തപ്പോൾ 8.75ഉം മാർക്കറ്റ് വാല്യൂ വെയിറ്റേജ് ചെയ്തപ്പോൾ 8.63 ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വാല്യൂവിലും ചെയ്യുന്ന വിധം. ബുക്ക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എടുക്കുക, ടോട്ടൽ ക്യാപിറ്റലിൽ എത്രയാണെന്ന് മാത്രം കണ്ടുപിടിക്കുക, പിന്നെ ബാക്കി നമുക്ക് തന്ന സോഴ്സും അതിൻ്റെ വാല്യൂവും വെയിറ്റും കോസ്റ്റും തമ്മിൽ ഇൻറ്റു ചെയ്യാം. മാർക്കറ്റ് വാല്യൂ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. മാർക്കറ്റ് വാല്യൂ ഇവിടെ മുകളിൽ കണ്ടുപിടിച്ചു, പിന്നെ മാർക്കറ്റ് വാല്യൂൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് വെയിറ്റഡ് കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്. ഇനി ഈ WSCC മെത്തേഡിൻ്റെ മെറിറ്റ് ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി ലോജിക്കൽ അപ്രോച്ച് ഉള്ളത്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ച് വന്നാലും ആ ചേഞ്ചിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ്സ് നോർമൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പം യൂസ് ചെയ്യാനുള്ള നല്ല അക്യുറേറ്റ് ആയിട്ടൊരു മെത്തേഡ് ഇതാണ്. ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡും വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിലും നമുക്കിത് അപ്ലിക്കബിൾ അല്ല. പ്രത്യേകിച്ച് ലോ കോസ്റ്റ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡെറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വളരെ ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോ പ്രോഫിറ്റ് വരുന്ന സമയത്തും ഇത് സ്യൂട്ടബിൾ അല്ല. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ചെറുതായതുകൊണ്ട് എളുപ്പത്തിൽ എൻ്റെ വെയിറ്റ് ഒക്കെ അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഒരു നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിൻ്റെ ബേസിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് 3 മാർക്കിന് പഠിക്കുക. അതിൻ്റെ 3 സ്റ്റെപ്പുകൾ ജസ്റ്റ് വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ 2 വെയിറ്റ്, ബുക്ക് വെയിറ്റും മാർക്കറ്റ് വാല്യൂ വെയിറ്റും. അതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോരോ സ്പെസിഫിക് കോസ്റ്റ് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ WSCC കമ്പ്യൂട്ട് ചെയ്യുക. അത് തന്നെയാണ് നമ്മളിപ്പം പ്രോബ്ലം ആയിട്ടൊക്കെ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മോഡലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിച്ചോളുക. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്